നിനക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എൻ്റെ അമ്മ, ഇത് വീടല്ലേ? വീട് ഇങ്ങനെ ഒരു കൈവരി ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുക? ഇതെല്ലാം നമ്മൾ അധികാരികൾ കാണണ്ടേ? കമ്മാറിന് ഭ്രാന്തൊന്നും അല്ലപ്പാ. ഇതെന്താണ് കാണാൻ കഴിയുന്നില്ലപ്പാ എനിക്ക്. തളിപ്പറമ്പ് ഇരിട്ടി സ്റ്റേറ്റ് ഹൈവേ ആണിത്. നിരന്തരമായിട്ട് ഇവിടെ ഇങ്ങനെ അപകടം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് കോട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. നിരവധി ഭക്തജനങ്ങൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് അധികാരികൾ ഈ സൈഡിൽ ഒരു കൈവരി അടിയന്തരമായിട്ട് നിർമ്മിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ ആവശ്യം. ഇതിനടുത്ത് തന്നെയാണ് വില്ലേജ് ഓഫീസ്. നിരവധി ആളുകൾ ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അധികാരികൾ അതിശക്തമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ നാട്ടുകാർക്ക് പറയുവാനുള്ളത്. നിങ്ങളൊന്ന് നോക്കിയാട്ടെ, ഇത് വീടല്ലേ? എത്ര വട്ടമായി പറയുന്നു ഇവിടെ ഒരു കൈവരി ഉണ്ടാക്കണത്? എത്ര ആള് മരിച്ചു? നിങ്ങൾക്കെന്നാ കണ്ണു തുറക്കാതെ? നിങ്ങളൊന്ന് കണ്ണു തുറന്നിട്ട് ഇവിടെ ഒരു കൈവരി ഉണ്ടാക്ക്. എന്നാ ഇതേപോലെ ഉണ്ടാവുക? കമ്മാറിന് ഭ്രാന്തല്ലപ്പാ, കാര്യം പറഞ്ഞാന്ന്. ആനുകാലിക വിഷയങ്ങൾ ജനങ്ങളിലും അധികാരികളിലും എത്തിക്കാൻ സിനിമാ നടൻ കൂടിയായ വിനോദ് ചേപ്പറമ്പ് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരം ഇരിട്ടി സംസ്ഥാന പാതയിൽ കോട്ടൂർ വില്ലേജ് ഓഫീസിന് സമീപത്ത് ഒരു കാർ താഴ്ചയിലേക്ക് മറിഞ്ഞിരുന്നു. ഇവിടെ ഇതിനു മുമ്പും നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മരണം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കൈവരി ഇല്ലാത്തതാണ് വാഹനം താഴ്ചയിലേക്ക് മറിയുന്നതിന് കാരണം. ഇവിടെ കൈവരി വേണമെന്ന ആവശ്യം നാട്ടുകാർ പലതവണ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും നടപ്പിലായില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം ജനങ്ങളിൽ ഭീതി ഉളവാക്കി. ഇതിനെ ആസ്പദമാക്കിയാണ് വിനോദ് ചേപ്പറമ്പ് വീഡിയോയുമായി രംഗത്തെത്തിയത്. കമ്മാരൻ ഒറ്റയൊന്നും ആവശ്യപ്പെടാനല്ലോ. നിരന്തരം അപകടം പതിഞ്ഞിരിക്കുന്ന ഒരു മേഖലയാണ് ഈ കോട്ടൂർ വില്ലേജ് ഓഫീസിൻ്റെ അടുത്തുള്ള ഈ പ്രദേശം. ഇവിടെ ഇതിനു മുമ്പേ അപകടങ്ങൾ സംഭവിച്ച് മരണങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അധികൃതരെ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു കൈവരി ഉണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇത് തലനാരിഴക്കാന്ന് ഈ അപകടം, വലിയൊരു അപകടം ഒഴിവായി പോയത്. ഭാവിയിലെങ്കിലും ഇങ്ങനെ ഒരു അപകടം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി അത് അധികൃതരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മാരൻ ഈ പരിപാടി ചെയ്തത്. എല്ലാവരും ഇത് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയെങ്കിലും ഉടൻ നടപടിയെടുക്കണമെന്ന് വളരെ വണക്കമായി കമ്മാരൻ അപേക്ഷിക്കുന്നു.